ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണെങ്കിൽ നമ്മൾ കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി എടുത്തതാണ്. പക്ഷേ അത് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് വാക്സിനേഷൻ ഡേ എന്ന് പറഞ്ഞെന്തോ ആണ് ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അതപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തതായിരുന്നു ആ വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, പക്ഷേ അത് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാനതങ്ങ് മാറ്റി. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ഇടാം. എന്തുമായാലും ഞാൻ മെനക്കെട്ടെടുത്തതല്ലേ. അപ്പോൾ കാശി സ്കൂളിൽ വിട്ടിട്ട് വേണം നമുക്ക് വാക്സിൻ എടുക്കാൻ പോകാനൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ഞാനങ്ങ് അവന് ചപ്പാത്തിയും ചിക്കൻ കറി ആക്കി കൊടുത്തു വിടാമെന്ന് ഓർത്തു. അപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തേക്കും ആവും. ആശുപത്രി തിരക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്നു കഴിയുമ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ ചോറ് കഴിക്കാം എന്നുള്ള ഒരു ഊഹത്തിലാണ്. അപ്പോൾ കറിയൊക്കെ 2-3 കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ നമ്മൾ ചോറ് കഴിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ കറിയൊക്കെ ബാലൻസ് വരും എത്ര ഉണ്ടാക്കിയാലും. എത്ര കുറച്ച് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. എല്ലാമൊക്കെ അരിഞ്ഞ് പറക്കി വരുമ്പോഴത്തേക്ക് ഒരു കറി ഒരു 10 പേർക്ക് കഴിക്കാനുള്ള കറികളാവും ഇവിടെ. എനിക്കാണെങ്കിൽ ഒരുപാട് പച്ചക്കറിയൊന്നും വേണ്ട, ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ കറികളൊക്കെ. അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കനാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബാക്കി ചിക്കനായിരുന്നേ. അതാണെങ്കിൽ ബ്രോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ അവന് അന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ കറി ആക്കിയാൽ നമുക്ക് രാവിലെ ഉച്ചക്കത്തേക്കും ആവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ രാവിലെ കറി അങ്ങ് വെക്കുന്നത്. അതുകൊണ്ട് 2 കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്, ചിക്കൻ കുറവായതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സവാളയെല്ലാം ചോപ്പറിലങ്ങ് അരിഞ്ഞെടുക്കുവാണേ. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് സവാള അരിയുമ്പോൾ ഞാൻ ചോപ്പറിൽ അരിയുന്നത് എനിക്ക് പേടിയാന്ന്. സത്യം പറഞ്ഞാണ് കേട്ടോ. വല്ലവരും അരിയുന്നത് കണ്ടാൽ പോലും എനിക്ക് പേടി വരും. എൻ്റെ കൈ അതുപോലത്തെ അവസ്ഥയായിരുന്നു. അത് സ്റ്റിച്ച് ഇട്ടപ്പോഴാണെങ്കിലും അന്നേരത്തെ വേദനയും അത് ഊരിയപ്പോഴത്തെ വേദനയും അത് കയ്യെ കിടന്നപ്പോഴും ആ 3-4 ദിവസം ഞാൻ നല്ലതായിട്ട് അനുഭവിച്ചു. നല്ല വേദനയായിരുന്നു. വെയിൻ കട്ട് ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. വെയിൻ കട്ട് ചെയ്യുന്നവരെയൊക്കെ കൊണ്ട് പച്ചക്കൊക്കെ അത് സ്റ്റിച്ച് ഇടുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കത് ഇച്ചിരി ഇതായപ്പോൾ തന്നെ എനിക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്ത പോലെ വേദന വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ ചിക്കനിനകത്ത് വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് വെച്ചു. കഴുകിയെല്ലാം ക്ലീനാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഐസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചത്. പിന്നെ ഇപ്പോൾ രാവിലെ വെക്കുമ്പോൾ എല്ലാം എന്തുമായാലും കുക്കറിലുള്ള പരിപാടിയേ ഉള്ളൂ. ഞാൻ അല്ലാതെ സമയമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചീനിച്ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഇരുമ്പ് ചീനിച്ചട്ടിയിലോ അങ്ങനെയൊക്കെ കറി വെക്കുന്നത്. അങ്ങനെ കുക്കറിലോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് കടുകുമൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ കറി വെക്കുന്ന കാര്യം എപ്പോഴും പറയണ്ടല്ലോ. എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സവാളയൊക്കെ ഇടാൻ പോവുകയാണെ. സവാളയും കിഴങ്ങും അല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടുമെന്ന് എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞ് പുതുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അല്ലേ നമ്മൾ സാധാരണ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേന്നായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് വോയിസ് ഇട്ട് കൊടുത്തിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് പനിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അന്ന് എനിക്ക് പനി ആയതുകൊണ്ട് സൗണ്ട് ഒരുമാതിരി ഇരുന്നു. അതെനിക്ക് കേട്ടപ്പോൾ ഒരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൗണ്ട് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യുവാണ് കേട്ടോ, സൗണ്ട് മാത്രം. അങ്ങനെ പിന്നെ നമ്മൾ എന്തുമായിരുന്നു പാചകത്തിലോട്ട് പോകാം. അങ്ങനെ ചിക്കൻ കറി അടുപ്പയിലോട്ട് വെച്ചു. ചിക്കൻ ഇട്ടിട്ടില്ല, സവാള മാത്രം വരട്ടാനിട്ടു. അതിനുശേഷം നമ്മൾ ചായ ഇടാൻ പോവുകയാണ്. അങ്ങനെ പാലെടുത്തു. ചപ്പാത്തി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ശ്രീമോൻ ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ശ്രീമോനും വന്ന് എൻ്റെ അടുത്ത് നിൽക്കുവാണ്. രാത്രിയിൽ അവന് ഫാൻ ഫുൾ സ്പീഡിൽ വേണം, പുതയ്ക്കത്തതുമില്ല. പാമ്പസ് മാത്രം ഇട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ പുതച്ച് മൂടി കിടന്നാലും അവനാണെങ്കിൽ പുതപ്പ് വേണ്ട, തണുക്കത്തില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ നോക്കുമ്പോൾ കാശി ഏട്ടനും ഞാനും എല്ലാം പുതച്ച് കിടക്കും. ശ്രീമോനാണെങ്കിൽ പുതയ്ക്കാതെ ഈ ഒരു പാമ്പസ് മാത്രം ഇട്ടാണ് കിടക്കുന്നത്. പിള്ളേർക്കൊന്നും നമ്മുടെ അത്രയും തണുപ്പ് വരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇവൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ശരിയാണെന്നും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പിന്നെ ശ്രീമോനെ കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നു. അവനെയും വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ചായ ഇടുവാണേ. അപ്പം പുകയൊക്കെ വരുമ്പോൾ പുള്ളിക്കൊരു പേടിയുണ്ട് കേട്ടോ. ചൂട് പുകയല്ലേ വരുന്നത്. അന്നേരം ഒന്ന് മുഖമൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റുകയൊക്കെ ചെയ്യും. എങ്കിലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല മൂശാട്ടയാണ്. ഞാൻ എടുത്താലേ ആ ഒരു കരച്ചിൽ മാറാറുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ അവൻ്റെ കണ്ണിപ്പെടാതെ ഞാൻ മാറി നടക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ എടുക്കണം, പിന്നെ എൻ്റെ ജോലി താമസിക്കും. അങ്ങനെ പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് തന്നെ ചായ അങ്ങ് ഏട്ടന് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഏട്ടൻ ഡയറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിവതും ചോറ് കുറച്ചേക്കുവാണ്. എനിക്കും ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 നേരം ചപ്പാത്തി എന്നാലും ഞാനും കഴിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഏഴൻ്റെ കയ്യിലോട്ട് ശ്രീമോനെയും കൊടുത്തിട്ട് ചിക്കനോട് അങ്ങ് വരഞ്ഞങ്ങിട്ടേക്കാവുന്ന കരുതി. ലെഗ് പീസ് ഉണ്ടായിരുന്നു 2 എണ്ണം. അതിനകത്തിൽ ഇച്ചിരി ഉപ്പ് വരിയൊക്കെ പിടിക്കണമല്ലോ എന്ന് കരുതി ഞാനതങ്ങ് വരഞ്ഞിട്ടേ. ഇനിയിപ്പോൾ അത് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് സവാളയൊക്കെ അത്തി വരട്ടി ഇടണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ മൂക്കണം. മൂത്താലേ നമുക്ക് കറിക്കൊരു കളറൊക്കെ വരത്തുള്ളൂ, അല്ലെങ്കിൽ വെളുവിളാന്നിരിക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ കിഴങ്ങ് ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഏട്ടനും വലിയ താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാശിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ പിന്നെ ഞാൻ മസാല എല്ലാം ഇടുവാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇടും. പിന്നെ ലാസ്റ്റ് തിളച്ച് എല്ലാം റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് കുരുമുളക് പൊടിയും പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇടും. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കനെല്ലാം ഞാൻ പറക്കിയിട്ടു. അത്രയും ചിക്കനേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ അത് വരട്ടി ഞാൻ ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുമ്പോഴത്തേക്ക് ഇപ്പം അത് റെഡിയാവും. ചിക്കനും പഴയ പോലെ കട്ടിയൊന്നുമില്ല. അങ്ങനെ പിന്നെ അത് അടുപ്പിലോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് തലേന്നത്തെ ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ചൂറ്റുവാണ് അതിനകത്ത്. അപ്പം ഞാനാണെങ്കിൽ കുക്കറിലൊന്നും വെച്ച് ഇതാക്കത്തില്ല, ഞാൻ തിളപ്പിച്ചൂറ്റുവാണ് ചെയ്യുന്നത്. അങ്ങനെ അത് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പേ വെച്ചു. അത് ഞാൻ കോഫി ഞാൻ കുടിച്ചേക്കാമെന്ന് കരുതി. കോഫി അല്ലെങ്കിൽ അവിടെ ഇരുന്ന് തണുത്ത് പോകും, പിന്നെയും ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൂടെ അങ്ങ് നോക്കാമെന്ന് കരുതി. ഇത് ഏട്ടനുള്ള തേയില വെള്ളമാണ് കേട്ടോ, ഇത് ചായ അല്ലായിരുന്നു. അത് ശ്രീമോനും കാശിക്കും എനിക്കും ഉള്ള ബൂസ്റ്റായിരുന്നു കേട്ടോ മുമ്പേ എടുത്തത്. ഞാൻ ചായയാണെന്ന് ഓർത്തത്, ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം ആയതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഏട്ടന് തേയിലവെള്ളം ഇട്ടത്. തേയിലവെള്ളത്തിൽ പഞ്ചസാരയല്ല, നമ്മൾ ശർക്കരയാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഡയറ്റ് ചെയ്യുന്നവർ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശർക്കരയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഒരു സ്പൂൺ ഇട്ട് തേയിലപ്പൊടിയും ഇട്ട് നമ്മൾ കട്ടൻ ചായ അങ്ങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ അത് ഏട്ടൻ അങ്ങ് കൊടുക്കാമെന്ന് കരുതി. എപ്പോൾ കൊടുത്താലും അത് കുടിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അത് പച്ചവെള്ളം പോലെ തണുത്തിരിക്കും. നമ്മളൊന്ന് തണുത്ത് കൊണ്ട് കൊടുത്താൽ പറയുകയും ചെയ്യും ഇത് തണുത്തിരിക്കുമെന്ന് ചൂടാക്കാൻ പറയും. ഏട്ടൻ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ ഏട്ടൻ്റെ തേയിലവെള്ളം കൊടുക്കാൻ പോയി. ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ശ്രീമോനെ അങ്ങ് എടുത്ത് അവൻ കയറി പിടിച്ചാലോ എന്നും കരുതി എൻ്റെ കയ്യിലോട്ട് വന്നപ്പോഴേ കൈ എടുത്ത് വായി വെച്ചിട്ടുണ്ട്. ഊത്താൻ പെട്ടി വെച്ചുകൊണ്ടിരിക്കുവാണ് വായിൽ. അങ്ങനെ ഞാൻ എന്തുവാ കുടിക്കുന്നതെന്നൊന്ന് അറിയണം, അതിന് വേണ്ടിയിട്ട് ഒന്ന് വായി വെച്ച് നോക്കി. എന്നിട്ട് മതി, അതെന്തുവാന്ന് അറിഞ്ഞാൽ മാത്രം മതി എൻ്റെ കുഞ്ഞിന്. അങ്ങനെ പിന്നെ അറിഞ്ഞതിന് ശേഷം അതങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി ഇടാൻ പോകണേ, കാശിക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഉള്ള ചപ്പാത്തി അങ്ങ് ചുട്ട് വെച്ചേക്കാമെന്ന് കരുതി. അവിടെ തേയിലയും പഞ്ചസാരയെല്ലാം ഇരുന്ന് എൻ്റെ കൈ തന്നെ തട്ടി താഴെ വീഴുകയും ചെയ്യും. പിന്നെ എനിക്കത് ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഞാൻ കൈയോടെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് അങ്ങ് മാറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇൻഡക്ഷൻ കുക്കറും എൻ്റെ മിക്സി ഇരിക്കുന്നിടത്ത് എനിക്ക് ഷോക്ക് ഒരു ദിവസം അടിച്ചായിരുന്നെന്ന്. അതുപോലെ കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഷോക്ക് വന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ അങ്ങനെ ചെയ്യുന്നില്ല. ചായ ഇപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസിലുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പാത്രങ്ങൾ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുന്നത്, തേയിലയും പഞ്ചസാരയും എല്ലാം. പിന്നെ ചപ്പാത്തി ചുട്ടപ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ എപ്പോൾ ചട്ടുകം എടുത്താലും അന്നേരം ശ്രീമോൻ അത് വേണം. ശ്രീമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിടാനും അവനതൊരു കളിയാണ്. അവന് ദോശ ഇടുമ്പോഴും തന്നെയാണ് അവസ്ഥ. അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ വേണം. ഒന്ന് അവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചാൽ മതി, വലിയ പ്രശ്നമില്ല. അതോടെ അവനങ്ങ് അടങ്ങിക്കോളും. അങ്ങനെ പിന്നെ അവന് കാശിക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഉള്ളതാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ അങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എത്ര ഇട്ടാലും ഇല്ലെന്നേ തോന്നത്തുള്ളൂ കേട്ടോ. എനിക്ക് BP കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ഉപ്പിടുന്നത് കൂടുതലാണ്. അതുകൊണ്ട് മുണ്ടയ്ക്ക് പോയി എന്തെങ്കിലും ഞാൻ ചെയ്താലും എപ്പോഴും ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കഴിക്കാം. കൂടിപ്പോയാൽ എന്തോ ചെയ്യും, അമ്മയ്ക്കും അച്ഛനും ഒക്കെ പ്രഷറൊക്കെ ആയിപ്പോയാൽ എന്തോ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കാശിയുടെ എല്ലാം ടിഫിൻ ബോക്സിൽ അങ്ങ് ആക്കുവാണേ. എപ്പോൾ ചപ്പാത്തി കൊടുത്താലും ഇങ്ങനെ ഞാൻ മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, അതാകുമ്പോൾ കുഞ്ഞിനെടുത്ത് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ പിന്നെ ശ്രീമോൻ അതുവഴി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പൂച്ച കണ്ടപ്പോൾ പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാനൊരു ഇച്ചിരി ചപ്പാത്തി എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏട്ടനാണെങ്കിൽ അവിടെ നിന്നൊരു മുട്ടായി എടുത്തുകൊണ്ട് വന്നു, അത് പൂച്ചയ്ക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ്. അങ്ങനെ അന്നേരമാണ് ഏട്ടൻ ക്യാമറ കാണുന്നത്. അപ്പോൾ നോക്കിയിട്ടുണ്ടോ നീ എന്തൊരു ചതിയടി കാണിച്ചതെന്ന് ചോദിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ. അങ്ങനെ പിന്നെ ഏട്ടൻ കുനിഞ്ഞങ്ങ് അതുവഴി അപ്പുറത്തോട്ടങ്ങ് പോകുമായിരുന്നു കേട്ടോ, കാണാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര കുനിഞ്ഞിട്ടും കാര്യമില്ല, അത് ഏട്ടനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞ് ഞാൻ കാശിയെ വിളിച്ചുണർത്താൻ വന്നു. കാശിയെ ആദ്യം പറയും 1 മിനിറ്റ്, പിന്നെ പറയും 10 മിനിറ്റ്. അങ്ങനെ കുറേ സമയം കാശിയുടെ കൂടെ അവിടെ നിൽക്കണം. വിളിച്ച് കുഴയും ഞാനും അവനും. ലാസ്റ്റ് ഞാൻ അലച്ച് കഴിയുന്ന ഉടനെ കുഞ്ഞ് എഴുന്നേറ്റ് വരും. കൊച്ചിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, 8 മണി വരെ കിടന്ന് ഉറങ്ങേണ്ട പിള്ളേരെ നമ്മൾ 6:30-7 മണിയാകുമ്പോഴത്തേക്ക് വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് അങ്ങ് സങ്കടം വരും, കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോണ്ട് ആരും എടുത്തുകൊണ്ട് വരുന്നതേ. അങ്ങനെ അവൻ പറയുന്നത് ഞാനാണെങ്കിൽ നിക്കർ ഇട്ടിട്ടില്ല അമ്മ, ജെട്ടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അമ്മ, വീഡിയോ എടുക്കല്ലേ എന്നും പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. അതിനൊക്കെ എൻ്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചത്. ഞാൻ പറഞ്ഞു നിന്നെ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാനും ഫോൺ തിരിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ ശ്രീമോന് കുറുക്ക് ഇച്ചിരി അങ്ങ് വാരി കൊടുത്തു. കുറുക്കല്ല, അത് ബിസ്ക്കറ്റാണ്. അവൻ കുറുക്കൊന്നും കഴിക്കത്തില്ല. കുറുക്കെന്നല്ല ഒരു സാധനം അവൻ കഴിക്കത്തില്ല. ബിസ്ക്കറ്റ് പിന്നെ അവന് രാവിലെ വല്ല 2-3 ബിസ്ക്കറ്റ് ഈ പാലോ ബൂസ്റ്റോ എന്തെങ്കിലും ഒഴിച്ചൊന്ന് കുറുക്കി കൊടുക്കും, അത് കഴിക്കുവേ.
അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഞാൻ അന്ന് കാശിയുടെ യൂണിഫോം എടുക്കാൻ അങ്ങ് കയറി പോവാണ് മേളിലോട്ട്. മേളിൽ കഴുകി വിരിച്ചിട്ടേക്കുമായത്. അങ്ങനെ പിന്നെ ഞാൻ യൂണിഫോം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് കാശി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. കുളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോയത്. അപ്പോൾ കഴിക്കാൻ പോലും ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടതിൻ്റെ പേടിച്ച് ഞാൻ പോയി വേഗം കഴിക്കാനിരിക്കും. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ തൊട്ടിരിക്കുമോ, അല്ലാതെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കയറി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയം ഒരുപാടായിരുന്നു. അങ്ങനെ പിന്നെ വാൻ വന്നു. അങ്ങനെ വേഗം കയറി പോവുകയാണേ. ഈ പിള്ളേർക്കാണെങ്കിൽ ശ്രീമോനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ്. ടാറ്റയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അന്നേരം തന്നെ ഞാനും കയറി കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. റെഡി ആയിട്ട് നമ്മൾ പിന്നെ ബെൻസിയറിലോട്ട് അങ്ങ് പോയി. ചെന്നപ്പോൾ ആണെങ്കിൽ സോണി മാഡം വന്നിട്ടില്ലായിരുന്നു, റൗണ്ട്സിന് പോയേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. ടോക്കൺ 5 ആയിരുന്നു. ഞാൻ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം വാക്സിൻ എടുക്കാനുള്ള ഇതൊക്കെ തന്നു. അത് നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മെഡിസിൻ വാങ്ങിക്കാൻ നിൽക്കുവാണ്. വാങ്ങിച്ചിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കയറുവാണ്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കുഞ്ഞിനെ കുത്തുന്നുണ്ട്, കരയും. പിന്നെ കരഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പോക്കാണ്, താഴെ നിൽക്കത്തില്ല, അവൻ നടക്കത്തില്ല, കരച്ചിലായിരിക്കും എന്നൊക്കെയുള്ള സങ്കടമായിരുന്നു. കുത്തിയപ്പോൾ അവനൊന്ന് ചിണിങ്ങെന്നുള്ളതല്ലാതെ അവൻ പിന്നെ കരഞ്ഞതേ ഇല്ല. പിന്നെ കുഞ്ഞ് വേദന കൊണ്ടായിരിക്കും എൻ്റെ തോളെ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ അവന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓറഞ്ച് വെള്ളം കുടിക്കാൻ വന്നു. അങ്ങനെ അനുമാമൻ വെള്ളമൊക്കെ പിഴിഞ്ഞ് തരുവാണേ. അപ്പോൾ ക്യാരറ്റ് വെള്ളമാണ് ഒഴിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അത്രയും കളറ് വന്നത്. ഓറഞ്ചിന് അത്രയും കളറില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഓറഞ്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളങ്ങ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ കാശി നമ്മുടെ രാവിലത്തെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അന്നേരം എന്നോട് ചോദിച്ചു എന്താ എന്നെ കൊണ്ടുപോകാതെ പോയെന്നൊക്കെ ചോദിച്ചു. പരാതിയും പരിഭവങ്ങളും ആയിരുന്നു. അങ്ങനെ പിന്നെ വൈകിട്ട് നമ്മളൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. അന്നേരം ഞാനാണെങ്കിൽ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ബുക്കുകൾ എനിക്ക് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അയ്യപ്പ ബാങ്കിൾസിൽ കയറി എൻ്റെ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ തിരിച്ച് പോരുവാണേ. അപ്പം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ശ്രീമോനാണെങ്കിൽ വെളിയിൽ ബോളെല്ലാം കൂടെ കിടക്കുന്നതിൻ്റെ ഭയങ്കര ബഹളം. എന്നെ വിളിച്ച് കാണിക്കുന്നു, ഏട്ടനെ വിളിച്ച് കാണിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്